ബുദ്ധിയുള്ള ആളുകൾക്കും ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം തലയിൽ നിൽക്കില്ല. നമ്മൾ ഓരോ തവണ റീഡ് ചെയ്യുമ്പോഴും അത് ഒന്നും കൂടി റീഡ് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം, റിട്രീവ് ചെയ്യണം. 3 Rകൾ നമുക്ക് നോക്കാം. പഠിച്ചാലും ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ ഈ ഓർമ്മ കിട്ടണമെങ്കിൽ അതിനെ നമ്മൾ ഇഫക്റ്റീവ് റീഡിംഗ് എന്ന് പറയും. അതായത് നമുക്ക് റീഡ് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം, റിട്രീവ് ചെയ്യണം. 3 Rകൾ നമുക്ക് നോക്കാം. അതായത് റീഡിങ് എന്ന് പറഞ്ഞാൽ റീഡിങ് ആൻഡ് റീഡിങ്. അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. ക്ലാസ്സിൽ ടീച്ചർ കുറച്ച് നോട്ട്സുകളൊക്കെ എനിക്ക് തന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇന്ന് രാത്രി വന്നിട്ട് ആ നോട്ട്സ് ഞാൻ വായിക്കുന്നു. അപ്പോൾ ഒരു സെക്കൻഡ് ടൈമായി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു, ഞാനിന്ന് വായിക്കുന്നു. ഇനി നമ്മൾ വീക്കെൻഡിൽ നമ്മൾ റിവൈസ് ചെയ്യും. ഈ നോട്ട്സ് നമ്മൾ റിവൈസ് ചെയ്യുകയാണ്. ഈ നോട്ട്സ് റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ A to Z ഇങ്ങനെ പദാനുപദമായിട്ട് വായിച്ചു പോകില്ല. അത് ഫാസ്റ്റ് റീഡിംഗ് ആണ്. നമ്മളിപ്പോൾ 3ാമത്തെ തവണയാണ് വായിക്കുന്നത്. അപ്പോൾ ഒരു ഫാസ്റ്റ് റീഡിംഗ് ആയിട്ട് നമ്മൾ അതിനെ ഒന്ന് ആഴ്ചയിലൊരിക്കൽ റിവൈസ് ചെയ്തു. ഇനി നമുക്കൊരു ക്ലാസ് ടെസ്റ്റ് വരും. അത് 2-3 മാസങ്ങൾക്കുള്ളിലാണ് ക്ലാസ് ടെസ്റ്റ് വരിക. ഈ ക്ലാസ് ടെസ്റ്റ് സമയത്ത് നമ്മൾ വീണ്ടും വായിച്ചു. ഇതിപ്പോൾ 4ാമത്തെ റീഡിംഗ് ആണ്. ഇനി നമുക്കൊരു ക്വാർട്ടർലി എക്സാം വന്നു, അല്ലെങ്കിൽ ഹാഫ് ഇയർലി എക്സാം വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും വായിച്ചു. ഒന്നുകൂടി ഫാസ്റ്റായിട്ട് നമ്മൾ വായിക്കുന്നത്. ഇതിപ്പോൾ 5ാമത്തെ റീഡിംഗ് ആണ്. ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ വായിക്കേണ്ട ആവശ്യമില്ല, ഫാസ്റ്റായിട്ട് റീഡ് ചെയ്തു. ഇനി ഫൈനൽ എക്സാം വന്നു, ടൈം ടേബിൾ ഉണ്ടാക്കി നമ്മൾ വായിച്ചു. ഇതിപ്പോൾ 7ാമത്തെ തവണയായിരിക്കും വായിക്കുന്നത്. ഒരേ സബ്ജക്റ്റ്, ഒരേ ടോപ്പിക്ക് നമ്മൾ 7 തവണ വായിക്കുമ്പോഴേക്കും ഫാസ്റ്റായിട്ട് വായിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നത്. എത്ര ബുദ്ധിയുള്ള ആളുകൾക്കും ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം തലയിലൊന്നും നിൽക്കില്ല. നമ്മൾ ഓരോ തവണ റീഡ് ചെയ്യുമ്പോഴും അത് ഒന്നും കൂടി നമ്മുടെ തലയിൽ രജിസ്റ്റർ ചെയ്ത് പതിഞ്ഞ് വളരെ സ്ട്രോങ് ആയിട്ട് മനസ്സിൽ ഇൻഗ്രെയിൻഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് റിട്രീവ് എന്നുള്ളത്? നമ്മൾ പഠിച്ച സാധനങ്ങളെ ആക്റ്റീവായിട്ട് നമ്മൾ മെമ്മറൈസ് ചെയ്തിട്ട് ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. അതായത് നമ്മൾ കുറേയൊക്കെ വായിച്ചു, ഇതിങ്ങനെ മെമ്മറിയിൽ ഇങ്ങനെ ഡെഡായിട്ട് കിടന്നാൽ കാര്യമില്ല. അതിനെ നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പം ഞാൻ ഇന്ന് എന്താണ് പഠിച്ചത് ഞാനിങ്ങനെ നോക്കുകയാണ്, നമ്മൾ നമ്മുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്കിത് ആക്റ്റീവായിട്ട് നമുക്ക് പരിശീലിക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ ആഴ്ചയിലൊരിക്കൽ നമ്മൾ റിവൈസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ക്ലാസ്സൊക്കെ എടുത്തത് ആ വീക്കെൻഡിൽ നമ്മൾ റിവൈസ് ചെയ്യുന്നത്, ആ ബുക്ക് എടുത്തിട്ട് നമ്മളിങ്ങനെ ആദ്യം മുതൽ ഇങ്ങനെ വായിക്കേണ്ട കാര്യമില്ല. ഈ ആഴ്ച നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഇപ്പോൾ ടോപ്പിക്ക് ഇപ്പോൾ സയൻസാണ്, ഫിസിക്സിലൊരു ടോപ്പിക്കാണെങ്കിൽ അതൊന്ന് നമ്മൾ ബുക്കോ നോട്ട്സോ ഒന്നും നോക്കാതെ പോയിൻ്റായിട്ട് നമ്മളിങ്ങനെ എഴുതി നോക്കി, ഇതൊക്കെയാണ് ഞാൻ പഠിച്ചത്. എന്നിട്ട് നമ്മൾ ആ നോട്ട്സ് നോക്കിയിട്ട് ഇത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നമ്മൾ കമ്പയർ ചെയ്തു. അപ്പോൾ നമ്മൾ ആക്റ്റീവായിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ ആക്റ്റീവായിട്ടൊരു മെമ്മറൈസിങ് പ്രോസസ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ പഠനത്തിൽ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാം നമുക്ക് ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യാനായിട്ട് പറ്റും, മെമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റും. വളരെ ആക്റ്റീവായിട്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ട് അത്ര കണ്ട് പഠിക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ റാങ്ക് കിട്ടുന്നു, IASന് പോകുന്നു, വലിയ കാര്യങ്ങളൊക്കെ പോകുന്നു. നമ്മൾ ബുക്ക് കണ്ടൊന്നും പേടിക്കണ്ട. ഒരു ബുക്കും നമ്മൾ പൂർണ്ണമായിട്ട് ആരും എപ്പോഴും വായിക്കാറില്ല. ആ ബുക്കിൽ ആവശ്യമുള്ള നോട്ട്സ് മാത്രമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ നോട്ട്സിനെ പറ്റി പറയുമ്പം നമ്മൾ ഈ നോട്ട്സ് ടീച്ചർ തരുന്ന നോട്ട്സ് നമുക്ക് വായിക്കാം, അല്ലാതെ നമുക്ക് നമ്മുടേതായിട്ട് നോട്ട്സ് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മളിപ്പം MBBSനോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പം അവിടെ ആരും ഒരു ടീച്ചർ നമുക്ക് നോട്ട്സ് തരാനൊന്നും ഉണ്ടാവില്ല. അവിടെ നമ്മളെ കാത്തിരിക്കുന്ന വലിയ ബുക്കുകളായിരിക്കും. ഈ വലിയ ബുക്കുകൾ കണ്ടിട്ട് നമ്മൾ പേടിച്ചിരിക്കുകയല്ല ചെയ്യുന്നത്. ഈ വലിയ ബുക്ക് വായിക്കുമ്പം നമ്മളപ്പം തന്നെ വായിക്കുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള നോട്ട്സ് നമ്മളുണ്ടാക്കും. പിന്നെ നമ്മൾ ഈ പറയുന്ന 3-4 തവണയൊക്കെ വായിക്കുന്നത് ഈ ബുക്കല്ല, നോട്ട്സാണ് വായിക്കുന്നത്. നമ്മുടെ ഭാഷയിൽ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ നോട്ട്സ് ഉണ്ടാക്കിയിട്ട് വായിക്കുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ആ നോട്ട്സ് അതേപടി ബൈഹാർട്ടായിട്ട് പഠിക്കാതെ ഒരു കൺസെപ്ച്വൽ റീഡിംഗ് എന്ന് പറയും. അതിൻ്റെ ഐഡിയാസ്, ആ ബുക്കിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട്, ഐഡിയ മനസ്സിലാക്കിയിട്ട് അത് നമ്മുടെ തലച്ചോറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ജിയോ അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ തേർഡ് ഈക്വേഷൻസ് അതൊക്കെ പഠിക്കുമ്പോൾ വെറുതെ ബൈഹാർട്ട് പഠിക്കാതെ അതിൻ്റെ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ
പഠനം വളരെ ഈസിയാവും, ലളിതമാവും, മരിക്കുന്നവരെ നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കും, അത് മറക്കാൻ നമ്മൾ പോകുന്നില്ല. ഇതിനെയാണ് ഇഫക്റ്റീവ് ആൻഡ് സിമ്പിൾ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് പഠനം നമുക്ക് ലളിതമാക്കാം, ഇഫക്റ്റീവ് ആക്കാം.